Hi friends, welcome to TraceKTU. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോൺക്ലച്ചിൻ്റെ ഒരു ഡിസൈൻ പ്രോബ്ലമാണ്. നമ്മൾ ഡിസൈൻ പ്രൊസീജിയറൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ കോൺക്ലച്ച് ടു ട്രാൻസ്മിറ്റ് 20 kW ഓഫ് പവർ അറ്റ് 900 RPM. അസ്യൂം എ ഷിയർ സ്ട്രെസ് ഓഫ് 42 MPa. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടുത്തെ ഗിവൺ ഡേറ്റാസ് ആദ്യം എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഗിവൺ ഡേറ്റാസിനകത്ത് പവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതാദ്യം എഴുതാം. ഗിവൺ ഡേറ്റാസ്. ഓക്കെ, പവർ P ഈക്വൽ ടു 20 kW ആൻഡ് N ഈക്വൽ ടു 900 RPM, ടോ ഈക്വൽ ടു 42 MPa. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഡാറ്റാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, ടോർക്ക് ടു ബി ട്രാൻസ്മിറ്റഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. സ്റ്റെപ്പ് 1, ടോർക്ക് ടു ബി ട്രാൻസ്മിറ്റഡ്. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയാം. T ഈക്വൽ ടു 9.55 ഇൻറ്റു 10⁻⁶ P/N. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 9.55 ഇൻറ്റു 10⁻⁶ ഇൻറ്റു പിയുടെ നമുക്ക് തന്നിട്ടുണ്ട് 20 kW, 20 ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2122.2 ന്യൂട്ടൺ മില്ലിമീറ്റർ എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി. ഇത് സെയിം ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് 2 നോക്കാം. സ്റ്റെപ്പ് 2 നമുക്കറിയാം, ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 2 ടു ഫൈൻഡ് ഷാഫ്റ്റ് ഡയ. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ടോ ഈക്വൽ ടു 16T ഡിവൈഡഡ് ബൈ πd³. ഓക്കെ, ഇവിടെ നമുക്ക് d³ ആണ് കാണേണ്ടത്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറും. d³ ഈക്വൽ ടു 16T ഡിവൈഡഡ് ബൈ π² എന്ന് പറഞ്ഞു വരുമല്ലോ. അപ്പോൾ 16 ഇൻറ്റു 212.2 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ π ഇൻറ്റു ടോയുടെ വാല്യൂ നമുക്കറിയാം 42 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം 42. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഡിയുടെ ആൻസർ എന്ന് പറയുന്നത് d ഈക്വൽ ടു 29.52 mm എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഷാഫ്റ്റിൻ്റെ ഡിസൈൻ DME 1 പഠിച്ചപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ. അപ്പോൾ ആദ്യം സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ പേജ് നമ്പർ 57 ടേബിൾ 3.5A നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഡാറ്റാ ബുക്ക് ഇപ്പോൾ കൈവശം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചതിനെ. നിങ്ങൾ ഡാറ്റാ ബുക്ക് എടുത്തു വെച്ചതിന് ശേഷം മാത്രം പ്രോബ്ലം നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നോക്കാൻ. ഈ പേജ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം 29.52 ആണ് എനിക്ക് കിട്ടിയ വാല്യൂ. നിങ്ങൾ ഡാറ്റാ ബുക്കിൽ നോക്കുമ്പോൾ ഈ വാല്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഏത് വാല്യൂ ആണെന്ന് നോക്കുക. അപ്പോൾ ആ വാല്യൂ ആണെങ്കിലും നിങ്ങൾ D ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഡിയുടെ വാല്യൂ അത് കഴിഞ്ഞ് വരുന്ന വാല്യൂ 32 ആണ്. അപ്പോൾ D ഈക്വൽ ടു 32 mm എന്ന്. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3-ക്കകത്ത് നമ്മൾ പറഞ്ഞിരുന്നു മീൻ ഡയമീറ്റർ ആണ്. മീൻ ഡയമീറ്റർ 5D to 10D എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് എടുക്കുന്നത്. DM ഈക്വൽ ടു 10D എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ഡിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 32 എന്ന്. അപ്പോൾ DMൻ്റെ വാല്യൂ 320 mm എന്ന് പറയും. ഇതിന് മീറ്ററിലോട്ടാക്കുമ്പോൾ 0.320 മീറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 4 ആണ്.
സ്റ്റെപ്പ് 4-നകത്ത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ഓക്കെ, വെലോസിറ്റി. ഇപ്പോൾ വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, v = പൈ dmn / 60. ഓക്കെ, ഇവിടെ 60 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ dmൻ്റെ വാല്യൂസ് മീറ്ററിലായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മുൻപ് നമ്മൾ പ്രൊസീജിയറൊക്കെ പഠിച്ചിരുന്നു 60 × 1000 ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് മില്ലിമീറ്ററിൽ എടുക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ /1000 കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ 60 ഞാൻ എഴുതിയിരിക്കുന്നതുകൊണ്ട് dmൻ്റെ വാല്യൂ മീറ്ററിലാണ് ഞാൻ എടുക്കുന്നത്. പൈ × 0.320 എന്നിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 900 തന്നിട്ടുണ്ട്, /60. ഇപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 15.07 m/s എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ വെലോസിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ദ വെലോസിറ്റി റേഞ്ച്. ഓക്കെ, 13 <= v <= 25 എന്നാണ് നമ്മുടെ വെലോസിറ്റി റേഞ്ച്. ഡാറ്റ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊസീജിയറിനകത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പേജ് നമ്പറും കാര്യമൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ വെലോസിറ്റി ഇതിനിടയ്ക്കാണ്. അപ്പോൾ ഇത് സേഫാണ്. ഓക്കെ, 15.07 <= 25, അതുകൊണ്ട് സേഫ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സെലക്ട് ന്യൂ ആൻഡ് പി പ്രഷർ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ മെറ്റീരിയൽ ഒന്നും തരാത്ത സ്ഥിതിക്ക് ഞാൻ അസ്യൂം ചെയ്യുവാണ്. അസ്യൂം ലെതർ ഫേസ്ഡ് ലൈനിങ് ഓൺ കാസ്റ്റ് അയൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വെറ്റിലുള്ള വാല്യൂ ആണ് ഞാൻ ടേബിളിൽ നിന്ന് എടുക്കുന്നത്. ടേബിള് ന്യൂ വാല്യൂ എന്ന് പറയുന്നത് റേഞ്ച് തന്നിട്ടുണ്ട് വെറ്റിലുള്ള 0.12 to 0.15 എന്നും, അതുപോലെ പിയുടെ വാല്യൂ റേഞ്ച് 0.07 to 0.29 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ന്യൂവിൻ്റെ വാല്യൂ 0.14 എടുത്തു, പിയുടെ വാല്യൂ 0.18 MPa എടുത്തു. ഓക്കെ, ഇനി നമ്മൾ കോണാങ്കിളാണ് എടുക്കുന്നത്. അപ്പോൾ സെമി കോണാങ്കിൾ ആ ആംഗിളിൻ്റെ വാല്യൂസ് ചില ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലുള്ള കേസാണ്. ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ വാല്യൂ ഓഫ് സെമി കോണാങ്കിൾ ആൽഫ = 12.5 ഡിഗ്രി ആണ് ഞാൻ എടുത്തത്. അത് ഫോർ കോൺക്ലച്ച് ഫേസ്ഡ് വിത്ത് ലെതർ. ഓക്കെ, തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 12.5 ആയിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യം നിങ്ങൾക്കൊരു ഡൗട്ട് വരുമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പേജ് നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം. പേജ് നമ്പർ 283 ടേബിള് 13.4 ഇത് കിടക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ലെതറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെതർ ലെഫ്റ്റ് സൈഡിൽ ലെതർ തന്നിട്ടുണ്ട്, പിന്നെ കുറേ ടാബിൾ കോളംസ് ഉണ്ട്. ഡാറ്റ ബുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അതിനകത്ത് വെറ്റും ഡ്രൈയും തന്നിട്ടുണ്ട്. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന വെറ്റാണ്. അപ്പോൾ വെറ്റിൻ്റെ ന്യൂവിൻ്റെ വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനൊരു മിനിമം വാല്യൂ ആയിട്ട് വരുന്ന ഒരു വാല്യൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം വാല്യൂ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഡാറ്റാസി പിന്നീട് ചെയ്യുന്ന വാല്യൂസിൽ മാറ്റം വരുമെന്നേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ സ്റ്റെപ്പ് 5 കടക്കുന്നത്. സ്റ്റെപ്പ് 5 നമുക്കറിയാം ഫൈൻഡ് ബി ആണ്. ഓക്കെ, നോക്കാതെ. ഓക്കെ, സ്റ്റെപ്പ് 5 നമ്മളറിയാം ഫൈൻഡ് ബി. ഇപ്പോൾ പവറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. പവർ = π² d²m bp ന്യൂ n / 10⁻⁶ × kl. ഓക്കെ, ഇവിടെ സ്മോൾ n എന്ന് പറയുന്നത് n/60 ആയിരിക്കും. അത് 15 rps എന്ന് പറയുന്നത് തന്നിട്ട് കിട്ടും. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 900 ആണ് കിട്ടിയിരിക്കുന്നത്. അത് / 60 ചെയ്യുമ്പോൾ അതിന് rps വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
ഇനി കെ എല്ലിൻ്റെ വാല്യൂ തരാത്ത സ്ഥിതിക്ക് കെ എൽ ഞാൻ 1 ആയിട്ട് അസ്യൂം ചെയ്യുവാണ്. കെ എൽ ഈക്വൽ ടു 1 ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യും. ഓക്കെ, ഇനി നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. പവർ നമുക്ക് തന്നിട്ടുണ്ട് 20. ഇനി പൈ സ്ക്വയർ ഇൻറ്റു ഡി എം നമുക്ക് അറിയാം 320 സ്ക്വയർ ഇൻറ്റു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രഷർ നമുക്കിപ്പോൾ മുൻപത്തെ ഇക്വേഷന് നമ്മൾ ടാബുലർ കോളത്തിൽ നമ്മൾ എടുത്തായിരുന്നു വെറ്റ് കണ്ടീഷനിലുള്ള. ഇപ്പോൾ 0.18 ഇൻറ്റു ഇതിപ്പോൾ RPS കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് എഴുതാം 50. ഓക്കെ, ഡിവൈഡഡ് ബൈ 10⁶ ഇൻറ്റു കെയിൽ 1. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 52.35 mm എന്ന് പറഞ്ഞു വരും. ഇത് നമ്മൾ 53 mm എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഇതും നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ഫോർ ബി. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് 4.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു DM/B ലെസ് ദാൻ 8 or equal to 8 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇത് പേജ് നമ്പർ 260 ഇക്വേഷൻ 13.10 Hലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ DM/Bയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. DM/Bയുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് DM നമുക്ക് 320 എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡ് ബൈ ബിയുടെ വാല്യൂ നമുക്ക് 53 കിട്ടി. ഓക്കെ, ഈക്വൽ ടു 6.03 എന്ന് വന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഇത് സേഫാണ്. ഓക്കെ, 4.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6.03 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ സ്റ്റെപ്പ് 6 ആണ്. സ്റ്റെപ്പ് 6-നകത്ത് ക്ലച്ചിൻ്റെ ഡയമീറ്ററാണ്. ക്ലച്ച് ഡയമീറ്റർ. ഓക്കെ, ഇപ്പോൾ ക്ലച്ച് ഡയമീറ്ററിൻ്റെ ഇന്നർ ഡയമീറ്ററിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇന്നർ D1 ഈക്വൽ ടു DM മൈനസ് B സൈൻ ആൽഫ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 320 ഇൻറ്റു B 53 എന്ന് പറഞ്ഞ് കിട്ടി ഇൻറ്റു സൈൻ 12.5 ഡിഗ്രി. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 308.52 mm എന്ന് പറഞ്ഞു വരും. ഇതുപോലെ തന്നെ ഔട്ടറിൻ്റെ വരുമ്പോഴത്തേക്ക് D2 ഈക്വൽ ടു DM പ്ലസ് B സൈൻ ആൽഫ എന്നാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് 320 പ്ലസ് 53 ഇൻറ്റു സൈൻ 12.5 എന്ന് വരുന്നത് ആൻസർ 331.47 mm എന്ന് വന്നു. അതിന് ഞാൻ 332 mm എന്ന് എഴുതി. ഓക്കെ, ഇനി സ്റ്റെപ്പ് 7-ലേക്ക് പോയാൽ സ്റ്റെപ്പ് 7 നമ്മൾ ആക്സിയൽ ഫോഴ്സ് ടു ട്രാൻസ്മിറ്റ് ദ ടോർക്കാണ്. ഓക്കെ, ആക്സിയൽ ഫോഴ്സ് FA ഈക്വൽ ടു പൈ DM BP സൈൻ ആൽഫ. ഓക്കെ, ഇപ്പോൾ പലരും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാറിപ്പോകാറുണ്ട്. ഈ P എന്ന് പറയുന്ന പ്രഷർ വാല്യൂ ആണ് എടുക്കുന്നത്, അല്ലാതെ പവർ വാല്യൂ അല്ല എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പൈ ഇൻറ്റു 320 ഇൻറ്റു 53 ഇൻറ്റു 0.18 ഇൻറ്റു സൈൻ 12.5 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2075.79 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആൻസർ വരും. ഇനി സ്റ്റെപ്പ് 8 നോക്കാം. സ്റ്റെപ്പ് 8-നകത്ത് നമ്മൾ ടോർക്കാണ് കാണുന്നത്. ഓക്കെ, ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ന്യൂ FA DM ഡിവൈഡഡ് ബൈ 2 സൈൻ ആൽഫ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് എല്ലാം അറിയാം. ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ന്യൂവിൻ്റെ വാല്യൂ 0.14 ഇൻറ്റു FA 2075.79 ഇൻറ്റു DM 320 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 12.5 ഡിഗ്രി ഈക്വൽ ടു ആൻസർ 214,829.87 ന്യൂട്ടൺ mm എന്ന് പറഞ്ഞത് ആൻസർ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് 9 ആണ്. സ്റ്റെപ്പ് 9-നകത്ത് നമ്മൾ നോർമൽ ഫോഴ്സ് ആണ്. നോർമൽ ഫോഴ്സ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ FN ഈക്വൽ ടു
FA ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് 9590.61 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആൻസർ വരും. ഇനി അടുത്ത സ്റ്റെപ്പ് 10 ആണ്. സ്റ്റെപ്പ് 10-നകത്ത് ടാൻജൻഷ്യൽ ഫോഴ്സ്. ഓക്കെ, ടാൻജൻഷ്യൽ ഫോഴ്സ് അത് FT ആണ്. FT ഈക്വൽ ടു ന്യൂ FN എന്ന് പറഞ്ഞു വരും. ന്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം 0.14 ഇൻറ്റു FN നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് 9590.61. ഇപ്പോൾ വാല്യൂസ് നമുക്ക് ആൻസർ വരുമ്പോഴത്തേക്ക് 1342.68 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആൻസർ വരും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 11 നോക്കാം. സ്റ്റെപ്പ് 11 എന്ന് പറയുന്നത് ആക്സിയൽ ഫോഴ്സ് ടു എൻഗേജ് ദ ക്ലച്ച്. ഓക്കെ, ആക്സിയൽ ഫോഴ്സ് ടു എൻഗേജ് ദ ക്ലച്ച്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് FA ഡാഷ് ഈക്വൽ ടു FN ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് ന്യൂ കോസ് ആൽഫ. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് FNൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 9590.61 ഇൻറ്റു സൈൻ 12.5 പ്ലസ് 0.14 ഇൻറ്റു കോസ് 12.5 ഡിഗ്രി. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3386.55 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഡിസൈൻ പ്രോബ്ലം ഫോർ കോൺ ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വേറൊരു സെക്ഷനും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ABC സെക്ഷനായിട്ടായിരിക്കും ചിലപ്പോൾ കോൺ ക്ലച്ചിൻ്റെ പ്രോബ്ലംസ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.